എവ്രിവൺ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിനെ കുറിച്ചിട്ടാണ്. ഏതൊരു ബിസിനസിന്റെയും ഡേ ടു ഡേ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ്. വളരെ പ്രധാനപ്പെട്ട ഡിസിഷൻസ്, അതായത് ഒരു കമ്പനി പ്രോഫിറ്റിലേക്കാണോ ലോസിലേക്കാണോ പോകുന്നത് എന്ന് ഈ ഒരു റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും വളരെ സ്കിൽഡ് ആയിട്ടുള്ളതായിരിക്കണം. എങ്കിൽ മാത്രമാണ് പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻസും നല്ല രീതിയിൽ ആ കമ്പനി നടത്തിക്കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ. എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ഒരു അക്കൗണ്ടന്റിന് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കറക്റ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ഓഫ് ഫിനാൻസ് ആവശ്യമാണ്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് മാനേജ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ടന്റിന്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അത് തന്നെയാണ്. അത് മാത്രമല്ല, ബഡ്ജറ്റ് ഫോർകാസ്റ്റ് പ്ലാനിങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. റിക്കൺസിലിയേഷൻ ഓഫ് അക്കൗണ്ട്സ് പേയബിൾസ് ആൻഡ് റിസീവബിൾസ്, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ടാക്സേഷൻ. ടാക്സ് റിട്ടേൺസ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാൽക്കുലേഷൻ ആവശ്യമാണ്. നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഒരു അക്കൗണ്ടന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞിരിക്കണം.